പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെയും സൂചിപ്പിച്ചതുപോലെ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങണം. നമുക്ക് ക്രൂശിതനായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ ആത്മരക്ഷ നമുക്ക് വെറുതെ സ്വപ്നം മാത്രമായി മാറുമെന്ന് വചനം ഓർമ്മപ്പെടുത്തും. ആരെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. ശരിക്കും കുരിശില്ലാത്ത ക്രിസ്തു ആയുധമില്ലാത്ത പടയാളിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് വചനം പറയണതാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ സാധാരണ തടിക്കഷണങ്ങൾ എന്നതുപോലെ നിങ്ങൾ നിന്ദിച്ചു. വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നിന്ദിക്കുന്നത് ആ കർത്താവിൻ്റെ ആയുധത്തെയാണ്, അവൻ്റെ അധികാര ദണ്ഡിനെയാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. അത് പറയുന്ന പത്രോസ്ലിഹയെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, സാത്താനെ പുറകിലേക്ക് പോകും. എനിക്ക് കുരിശ് വേണ്ടെന്ന് പറയണത് സാത്താനാണ്. ദൈവത്തിൻ്റെ അധികാരത്തെ ഭയക്കുന്ന, കർത്താവിൻ്റെ അധികാരത്തിന് മുൻപിൽ മുട്ടുകുത്താൻ മടിയുള്ള സാത്താൻ്റെ ഒരു റിയാക്ഷനായി കാണുന്നത് എനിക്ക് കുരിശ് വേണ്ട. കാരണം കർത്താവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്, സാത്താൻ്റെ വഴി കുറുക്ക് വഴിയാണ്. ക്രിസ്ത്യാനിയുടെ വഴി കുറുക്ക് വഴിയല്ല, ക്രിസ്തുവിൻ്റെ വഴിയാണ്, അത് കുരിശ് വഴിയാണെന്ന്. കുരിശിൻ്റെ വഴിയിലൂടെ നടക്കണ്ടെന്ന് പറയുന്നവൻ കർത്താവിൻ്റെ അധികാരദണ്ഡിനെയാണ്, അവൻ്റെ അധികാരത്തിന് മുൻപിൽ വണങ്ങാനായിട്ടുള്ള മടിയെയാണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് ഈ കുരിശ് വേണ്ട എന്ന് പ്രാർത്ഥിച്ച ഓരോ നിമിഷങ്ങളെയും കുറിച്ചൊന്നും മനസ്തപിക്കേണ്ട നേരമാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കുരിശ് വഴികൾ ഉണ്ടാവരുതെന്ന് ഞാൻ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് കുരിശു മാറിപ്പോകണമെന്ന്, സഹനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന്, ഇങ്ങനെ സഹനങ്ങളുടെ അങ്ങേയറ്റം കണ്ട ക്രൂശിത രൂപത്തിന് മുൻപിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എന്തൊരു ഐറണിയാണെന്ന് നോക്കണേ. കുരിശു മാറിപ്പോകാൻ വേണ്ടി കുരിശിൻ്റെ താഴെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു ജനതയാണെന്ന് മറ്റുള്ള മനുഷ്യർ നമ്മളെ കളിയാക്കി പറയുന്നുണ്ടല്ലോ. ആ കുരിശ് വഴികളിലൂടെ നടക്കാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരമാണ്. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലും നിനക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് വചനം നമ്മളിങ്ങനെ വേട്ടയാടുന്ന തരത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ എനിക്ക് സുഖങ്ങൾ മാത്രം മതി, സന്തോഷം മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ആത്മരക്ഷയുടെ ഒരേ ഒരു വഴി അത് കുരിശിൻ്റെ വഴിയാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ താമസം വന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇതേ ചോദ്യം ചോദിച്ച് വലിയൊരു വിശുദ്ധനെ തരുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സുഖലോലുപതയുടെ അങ്ങേയറ്റത്ത് എല്ലാ സൗകര്യങ്ങളുടെയും ഇങ്ങനെ ഉയരത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, നിനക്ക് എല്ലാം കിട്ടിയിട്ടും ആത്മാവ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെന്താ പ്രയോജനം? ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞൊരു കാര്യം പിന്നീട് എപ്പോഴും ഇങ്ങനെ ഉള്ളിലിങ്ങനെ തറയ്ക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ. ചില കുരിശനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ, ആ കർത്താവിൻ്റെ കൂടെ ആ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാതെ എനിക്ക് ജീവിതത്തിന് തെളിച്ചം കിട്ടില്ല എന്ന്, എൻ്റെ ആത്മാവിന് രക്ഷ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ ഈ മനുഷ്യൻ പിന്നീട് ഇങ്ങനെ ഒരു ഭാഷയറിയാതെ, സ്ഥലപരിചയമില്ലാതെ, ഏത് രീതിയിലുള്ളവരെന്നറിയാതെ മുന്നോട്ട് പോകുമ്പോൾ കാണണം അയാളുടെ കയ്യിലൊരു കുരിശുണ്ട്. നമ്മൾ ഒരു മൂവി കണ്ടതിൻ്റെ ഓർമ്മയുണ്ട്, ഉസ്താദ് ഹോട്ടൽ എന്നാണ്, കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കരിയറിൻ്റെ അങ്ങേയറ്റത്ത് ഏറ്റവും നല്ല ടോപ്പിലൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചു വിടുന്ന ഒരു ഷെഫിനെ കുറിച്ച് വായിക്കും. വലിയൊരു ഹോട്ടലിലേക്ക് ജോലി ചെയ്തിരുന്ന ഒരാൾ ഇങ്ങനെ മനുഷ്യർ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ ജീവിതം കാണുമ്പോൾ അയാൾ പതിയെ അവരുടെ കുരിശു വഴികളിലൂടെ നടന്നു തുടങ്ങുമ്പോൾ അയാളുടെ ലൈഫ് എത്രമാത്രം ഇങ്ങനെ
വിമലീകരിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതേ രീതിയിൽ ചെറുപ്പക്കാരൻ പിന്നീട് സഞ്ചരിക്കുന്ന നമ്മൾ കാണും. ഇഗ്നേഷ്യസ് ലയോളയെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെയും എപ്പോഴും ഓർമ്മ വരും ഈ മൂവി കാണുമ്പോൾ. കുരിശനുഭവങ്ങളിലൂടെ നടക്കാതെ, അവൻ്റെ കുരിശിൻ്റെ വഴികളിലൂടെ അവനൊപ്പം നടക്കാതെ, ചില മനുഷ്യരുടെ കുരിശ് വഴികളിൽ അവർക്കൊപ്പം നിൽക്കാതെ നമ്മുടെ ആത്മരക്ഷ സാധ്യമല്ലെന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അവരുടെ ആത്മരക്ഷ കൂടി നമുക്ക് നേടിയെടുക്കാനാവില്ലെന്നുള്ളത്. ഇത് നിയോഗമാണ്. ഒപ്പമുള്ളവരുടെ ആത്മരക്ഷ എൻ്റെ നിയോഗമാണ്, എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് ഈ കുരിശിൻ്റെ വഴികളിലൂടെ അവരുടെ കൂടെ നടക്കാതെ വേറെ വഴിയൊന്നുമില്ല. ആ കർത്താവിൻ്റെ കുരിശ് വഴികളിലൂടെ അവനൊപ്പം നിൽക്കാതെ, ആ കുരിശെടുത്ത് തോളിൽ വയ്ക്കാതെ എൻ്റെ ആത്മരക്ഷ സാധ്യമല്ല. കർത്താവെ, ഈ ലോകത്തിൻ്റെ സുഖം മാത്രം മതി, സൗകര്യങ്ങൾ മാത്രം മതി, പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഗതി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ മറ്റ് തടിക്കഷണങ്ങളെ പോലെ അവർ നിന്ദിച്ചു എന്ന് സ്വർഗം പറയണ വിധത്തിൽ സന്തോഷത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് നടക്കാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ജീവിതത്തിൻ്റെ സഹനങ്ങളെ സ്നേഹപൂർവ്വം ഒന്നേറ്റെടുക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളെ വിമലീകരിക്കുന്ന കുരിശനുഭവങ്ങൾ സ്നേഹപൂർവ്വം ഒന്ന് സ്വീകരിക്കാൻ, ക്രിസ്തുവിനെ കണക്ക് ഒരു കുഞ്ഞിനെ പുണരുന്നത്ര സ്നേഹത്തോടെ ഈശോ കുരിശ് പുണരുന്ന കണക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കുരിശനുഭവങ്ങളെ സ്നേഹപൂർവ്വം പുണരാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങ് ആഗ്രഹിക്കുന്നത് കണക്ക് അങ്ങയോടൊപ്പം ഈ കുരിശിൻ്റെ വഴി നടന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ, ആത്മരക്ഷയിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഒഴിഞ്ഞു പോകണമേ എന്നല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവരുതേ എന്നല്ല, നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ ആ കുരിശടയാളത്തിൻ്റെ ശക്തിയാൽ ഈ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും അതിജീവിച്ച് അതിന് മുകളിൽ ഉയർന്നു നിൽക്കാനുള്ള കരുത്ത് കിട്ടണമേ എന്ന്, അതിന് കുരിശൊരു അടയാളവും ആയുധവുമായി എൻ്റെ ഹൃദയത്തിൽ മുദ്രയായി പതിപ്പിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. ആ കുരിശ് വഴിയായി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം നൽകണമേ എന്നും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂശിതനായവൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് മുട്ടിന്മേൽ നിൽക്കണം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു കുഞ്ഞു പറയുന്നതിൻ്റെ കാരണം കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു അവൻ്റെ സങ്കടം. കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഈശോയ്ക്ക് എങ്ങനെയാ ഉറങ്ങാൻ പറ്റണേ? ഈ കുഞ്ഞിൻ്റെ മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കുരിശിലേക്കൊരു നോട്ടവും ആ കുരിശിനെ കുറിച്ച് ആർദ്രമായിട്ടുള്ള ഓർമ്മകളുമായി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.